നമസ്കാരം. കുട്ടികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റിൻ്റെ സ്റ്റൈലിലുള്ള ഒരു കുക്കീസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് റാഗിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. 3-4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം. കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണവ് മാറിയതിന് ശേഷം വേണം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഉപ്പില്ലാത്ത വെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പനഞ്ചക്കര പൊടിച്ചെടുത്തതാണ്. പനഞ്ചക്കര എങ്ങനെയാണ് വീട്ടിൽ പൊടിച്ചെടുക്കാമെന്ന് മുമ്പ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇനി ഇത് നന്നായിട്ട് രണ്ടും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരണം. കുറച്ച് സമയമെടുത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി ക്രീമി ആയി വരുമ്പോൾ വേണം നമുക്കിനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ നന്നായി ക്രീമി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ് 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളപ്പിച്ച റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളപ്പിച്ച റാഗിപ്പൊടി ഒന്ന് വറുത്തെടുത്തതാണ്. വറുത്തെടുത്ത് അത് ചൂടാറിയതിന് ശേഷം എടുത്തതാണ് 1 കപ്പ്. അതും കൂടി ചേർത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടും കൂടി അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിസ്ക് വെച്ചിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. അതിനുശേഷം നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല. കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. അധികം കുഴച്ചൊന്നും എടുക്കണ്ട. എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ മതി. ബട്ടറും ഷുഗറും കൂടി നന്നായിട്ട് ക്രീമി ആക്കി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ക്രീമാക്കി എടുത്തതുകൊണ്ട് നമുക്ക് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം മിക്സ് ആവുന്നില്ലെങ്കിൽ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ ഇതൊരു ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുക്കീസിൻ്റെ ബേസ് ഡോ. ഇത് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് കുക്കീസ്, റാഗി ചോക്ലേറ്റ് കുക്കീസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡോ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ആവും. നട്ട്സ് ആഡ് ചെയ്താൽ നട്ട്സ് റാഗി കുക്കീസ് ആവും. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2-3 തരത്തിലുള്ള കുക്കീസ് കാണിച്ചു തരാം ഈ ഡോ വെച്ചിട്ട്. അപ്പോൾ ഈ മാവിൽ നിന്ന് നമുക്ക് ആദ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ഉരുള കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാണ് സാധാരണ ഒരു ബേസിക് കുക്കീസ്, റാഗി ചോക്ലേറ്റ് കുക്കീസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ. ഇനി ഇതിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരം നല്ല ഒരു ബ്രാൻഡഡ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. ഇത് ഇനി നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോ കുറച്ച് കുറവേ പാടുള്ളൂ ഇങ്ങനെ ഉള്ളിൽ ചോക്ലേറ്റ് വയ്ക്കുന്നതിൽ. അല്ലെങ്കിൽ നമുക്ക് പൊട്ടിക്കുമ്പോൾ ഡാർക്ക് ഫാൻറ്റസി മാതിരിയുള്ള ഇത് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഈ ചോക്ലേറ്റ് ഒന്ന് പൊതിയാനുള്ള അത്രയും മാവ് വെച്ചാൽ മതിയാവും ഇങ്ങനെ ഒരു കുക്കീസിൽ. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുക്കീസ് മാതിരി തന്നെ ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഈ ഡോ വെച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാനിതുപോലെ പല പല ടൈപ്പിലുള്ള കുക്കീസാണ് ഇതിലെല്ലാത്തിലും ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് ഉള്ളിൽ വെച്ചിട്ടും ചോക്ലേറ്റ് പുറത്ത് വെച്ചിട്ടും ഒക്കെ പ്ലെയിനായിട്ടുള്ള കുക്കീസാണ് ഇത് ചെയ്തിരിക്കുന്നത്. 15-16 കുക്കീസ് കിട്ടും ഈ ഒരു അളവിൽ നിന്ന്. ഇനി എല്ലാം ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഷേപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടണം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ ഏകദേശം ഒരു 18 മിനിറ്റാണ് എടുക്കുക 180 ഡിഗ്രിയിൽ. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എടുക്കുന്ന സമയം നമ്മുടെ ഓവനിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എന്തായാലും 15 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയിലുള്ള സമയമാണ് എടുക്കുക. അതിലും കൂടുതൽ എന്തായാലും വേണ്ടി വരില്ല. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ഓവനില്ലാതെ കുക്കറിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കേക്കൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ. മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്.
സ്റ്റൗ ടോപ്പിലേക്ക് തന്നെയാണ് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. ഈ കുക്കീസ് ബേക്കായി കഴിഞ്ഞ് അപ്പം തന്നെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ആയിട്ടില്ല എന്നുള്ളൊരു ഫീല് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് നന്നായി ചൂടാറി തുടങ്ങുമ്പോഴാണ് നല്ല തിക്കായിട്ട് വരിക. ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മറച്ച് നോക്കിയാൽ മതി. അപ്പം അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് ചെറുതായി ബ്രൗൺ ആയിട്ടുള്ളത് കാണാം. ഇപ്പോൾ നന്നായി ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഉള്ളിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് വല്ലാണ്ട് ചൂടാറിയാൽ ചിലപ്പോൾ അത് വീണ്ടും തിരിച്ച് കട്ടിയാവും ചോക്ലേറ്റ് ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടോട് കൂടി നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ബേക്ക് ചെയ്ത കുക്കീസ്. കണ്ടില്ലേ, ശരിക്കും ചോക്ലേറ്റ് ഒഴുകുന്ന ഒരു കുക്കീസാണ്. ഇത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവും. നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ റാഗിപ്പൊടി കൊണ്ട് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാം. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഉണ്ടാക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.